അതായത് ഔട്ട്ലൈനുകൾക്കകത്ത് സുനിശ്ചിതത്വമുള്ള ഭദ്രമായ ഒരു രൂപമായി ഇരിക്കുന്നതിന് പകരം ഒരു പ്രതീതിയുടെ തലത്തിലേക്ക് യാഥാർത്ഥ്യം മാറുകയും മരം എന്നത് ഒരു സുനിശ്ചിത വസ്തു എന്നതിന് പകരം മരം എന്നത് ഒരുപക്ഷെ മരം കാണുന്ന ആളുടെ ഒരു തോന്നലായിട്ട് കൂടി മാറുകയും വാസ്തവത്തിൽ ആ മരം തന്നെയാണോ ഈ മരം എന്ന് കണ്ട ഓരോരുത്തർക്കും സംശയം ഉണ്ടാവുകയും ചെയ്യുന്നു. കുമാരനാശാൻ ചിന്താവിഷയായ സീരിയൽ ഇംപ്രഷനിസ്റ്റ് എന്ന് വിളിക്കാവുന്ന ഒരു പ്രയോഗം കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അത് രസമുള്ളതാണ്. ഇളകും വനരാജി വെണ്ണില ഒളിയാൽ വെള്ളിയിൽ വാർത്ത പോലെയായി എന്നാണ്. ഇളകുന്ന കാറ്റേറ്റ് ഈ സസ്യലതാദികളൊക്കെ നിലാവ് വീഴുന്ന സമയത്ത് ഇളകുന്ന സസ്യലതാദികൾ വെള്ളിയിൽ വാർത്ത പോലെയായി. അപ്പം അന്നത് വലിയ വിമർശനം ഉണ്ടായിരുന്നു, ഇളകുമ്പോൾ എങ്ങനെയാണ് വെള്ളിയിൽ വാർത്ത പോലെ ആവുക എന്നത്. കാരണം ഇളക്കം എന്ന് പറയുന്നത് ഒരു ചലനാത്മകതയാണ്. വാർത്ത പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘനീഭൂതമാണല്ലോ.